എന്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എന്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എന്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എന്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ മെയ് 15 രാവിലെ 10:30 മുതൽ. സ്ഥലം കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാൾ, ഐശ്വര്യ തിയേറ്ററിന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ മെയ് 16 രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് മെയ് 22 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് മെയ് 23 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, നൂറണി. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട മെയ് 29 രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, കാട്ടാക്കട. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വലിയൊരു ഉണർവിനെ. ആ ഉണർവിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോഴേ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് പേരില്ലാത്ത അല്ലെങ്കിൽ അറിയപ്പെടാത്ത ചില വ്യക്തികളെ കർത്താവ് പെട്ടെന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുകയാണ്. ചില സന്ദർശനങ്ങൾ അവരുടെ ലൈഫിലുണ്ടാകുകയാണ്. അതേപോലെ തന്നെ 5 തരം സന്ദർശനങ്ങളെക്കുറിച്ച് ദൈവജനത്തിലൂടെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നിങ്ങളിൽ ഓരോരുത്തരും ആ വിസിറ്റേഷനായി കാത്തിരുന്നാട്ടെ. കർത്താവിൻ്റെ സന്ദർശനം നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ പോവുകയാണ്. വലിയ കാര്യങ്ങൾ ഈ നാളുകളിൽ കർത്താവ് ചെയ്യുകയാണ്. വലിയൊരു ഉണർവ് നമ്മുടെ മുൻപിലുണ്ട്. അതിനായി കർത്താവ് നമ്മളെ ഒരുക്കുകയാണ്. ഓരോ വചനവും നമ്മളോട് കർത്താവ് സംസാരിക്കുന്നത് നമ്മളെ അവൻ ഒരുക്കുകയാണ്. ആ ഉണർവിനായിട്ട് അവൻ നമ്മളെ ഒരുക്കുകയാണ്. ഇന്നത്തെ മെസ്സേജിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. ഫിലിപ്പോസ് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ളവനല്ല. തെരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ പേരിൽ അവന്റെ പേരില്ല. പക്ഷെ പുസ്തകം പറയുവോ, യെരുശലേമിൽ നടന്ന ഉണർവിന് ശേഷം അടുത്ത ഉണർവ് പേരില്ലാത്ത ഒരുവന്റെ കൈകളിലേക്ക് ദൈവം കൊടുത്തു. നിന്നോടാ ദൂത്. പേരില്ല. ജോൺ ദാരു എന്നോ സുരേഷ് ബാബു എന്നോ തങ്കു ബ്രദർ എന്നോ പേരില്ല. പക്ഷെ പേരില്ലാത്ത ചിലരെ അടുത്ത നേതൃത്വത്തിലേക്ക് ദൈവം കൊണ്ടുവരാം. അവരുടെ പേര് വെളിപ്പെടുന്ന വിധം ഞാൻ പറയാം. നാളുകൾ ഞാൻ 20 കൊല്ലത്തിൽ കൂടുതൽ ശുശ്രൂഷിക്കാൻ തുടങ്ങിയിട്ട് എന്റെ നാളുകളുടെ പരിചയമല്ല അവരുടെ പേരിന്റെ അഡ്രസ് ആകുക. ഒരു ദിവസം കൊണ്ട് ഒരു പട്ടണത്തിൽ ഒരു ഉണർവ് വന്നു. ആ ഉണർവായിരിക്കും അവരുടെ പേരിന്റെ അടിസ്ഥാനം. അത് ഞാനാന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഒന്ന് ചാടി ഓടിയിട്ട് പറ, ദിസ് ഈസ് മൈ സീസൺ, ദിസ് ഈസ് മൈ ടൈം. ഇത് എന്റെ സമയോ. ഇതുവരെ ആരും അറിയാത്തവർ പോസ്റ്ററുകളിലേക്ക് വരും. ഇതുവരെ ആരും അറിയാത്തവർ ക്രൂസൈഡിന്റെ മുൻനിരയിൽ വരും. അത് ഈ സീസൺ ആണ്. Come on, come on.
കൈകളടിച്ചൊരു നല്ല ഹല്ലേലൂയ പറ. കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറ. സഹോദരങ്ങളെ, എൻ്റെ ഉള്ളിൽ പത്രോസിനെ പോലെ ഇരിക്കണമെന്ന് ആഗ്രഹം, പൗലോസിനെ പോലെ ആകണമെന്ന് ആഗ്രഹം. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, അതിനിടയിൽ ഒരു സ്റ്റെഫാനോസ് എഴുന്നേറ്റ് വരും, അതിന്റെ ഇടയിൽ ഒരു ഫിലിപ്പോസ് എഴുന്നേറ്റ് വരും, അതിന്റെ ഇടയിൽ ഒരു ബർണബാസ് എഴുന്നേറ്റ് വരും. അങ്ങനെ ഒരു ശുശ്രൂഷ ഈ സീസണിൽ വരാൻ പോകുന്നു. ന്യൂ ഇയർ അല്ലേ, പുതിയ സീസൺ അല്ലേ, എന്തെങ്കിലും പറയണ്ടേ? നോ നോ നോ, എന്തെങ്കിലും പറയാനല്ല ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. പകരം ദൈവം എന്നോട് എന്തു പറഞ്ഞു എന്ന് എനിക്ക് ഉറപ്പുള്ളത് ഞാൻ നിങ്ങളോട് പറയുക. ഒരു പുതിയ സീസൺ എഴുന്നേൽക്കുന്നു. ഇനി സഭയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം പറയട്ടെ. സിംഗിളായി ദൈവം വിഷനുകൾ കൊടുക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. ഇൻഡിവിജ്വൽ വിസിറ്റേഷൻസ് ഉണ്ടാകും. ജോൺ ദാരു ബ്രദറിനെ ഒരു ഏഞ്ചൽ വിസിറ്റ് ചെയ്തു, ദൈവം സന്ദർശിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് സഭയിലെ ഇന്നയാളെ ഇന്ന ദിവസം കർത്താവ് സന്ദർശിച്ചു, ഇന്ന ദൂതൻ സന്ദർശിച്ചു. അതിൽ 5 തരക്കാരുണ്ടാകും. 1 പോളിന്റെ കൂട്ടായ്മക്കാർ, 2 കൊർന്നലോസിന്റെ കൂട്ടായ്മക്കാർ, 3 മേരിയുടെ കൂട്ടായ്മക്കാർ, 4 സക്രിയയുടെ കൂട്ടായ്മക്കാർ, 5 ഗിദെയോന്റെ വംശജന്മാർ. 5 തരത്തിലെ ഡിഫറെന്റ് വിഷൻസ് വ്യക്തികൾക്ക് ഇൻഡിവിജ്വലായി ദൈവം നൽകാൻ പോകുന്നു. ഗിദെയോൻ ഒരു സൈന്യത്തിന്റെ നേതാവായിരുന്നു. സക്രിയ പുരോഹിതന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആത്മീയതയുടെ ഒരു പുതിയ വേർഷൻ ആയിരുന്നു. മേരി ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ഒരാളെ പുറത്തു കൊണ്ടുവരാൻ പ്രസവിച്ചവളായിരുന്നു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാോ. ഈ 5 പേർക്കും ഡിഫറെന്റ് വിഷൻ ആയിരുന്നു. ഞാൻ നിങ്ങളോട് പറയാം, 5 കൂട്ടം ആളുകൾ ഇതിന്റെ നടുവിൽ നിന്ന് എഴുന്നേറ്റ് വരും, വ്യത്യസ്തമായ ദർശനങ്ങളോട് കൂടെ. അടുത്ത കാര്യം കുറച്ചും കൂടെ ഗൗരവമാണ്. ഗ്രൂപ്പ് വിസിറ്റേഷൻ ഉണ്ടാകും. ഇത് നിങ്ങൾ നിന്നുകൊണ്ട് കേൾക്കണം. സഭയ്ക്ക് പരിചയമില്ലാത്തൊരു കാര്യം ഞാൻ പറയാൻ പോവാ. സഭ അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യം പറയാൻ പോവാ. ഗ്രൂപ്പ് വിസിറ്റേഷൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും യാക്കോബും മലയുടെ മുകളിൽ ചെന്നപ്പോ അവരെല്ലാവരും ഒരേ ശബ്ദം കേട്ടു. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ചെവിയിൽ ഞാൻ കേൾക്കുന്ന അതേ ശബ്ദം കേൾക്കുന്നു എന്ന് ഇമാജിൻ ചെയ്യാവോ? നിങ്ങളൊന്ന് ആമേൻ പറയാന്. റിവൈവൽ ആരംഭിച്ചത് സ്ഥലത്തും, കുറച്ചും കൂടെ നന്നായി പറഞ്ഞ പുതിയ നിയമം ആരംഭിച്ച സ്ഥലത്തും നിങ്ങളൊന്ന് ചെന്ന് നോക്കിയാൽ കാണാം, അവിടെ ഇൻഡിവിജ്വലായ വിസിറ്റേഷൻ മാത്രമല്ലായിരുന്നു. ദൈവം ഒരേ കാര്യം ഒരു ഗ്രൂപ്പിനോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ അതിനെ ഏറ്റെടുത്തില്ലല്ലോ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ഒരേ കാര്യം ഒരു ഗ്രൂപ്പിനോട് സംസാരിക്കാൻ തുടങ്ങി. ഒന്ന് ശ്രദ്ധിച്ചേ. ഈ യാക്കോബിനോടും യോഹന്നാനോടും പത്രോസിനോടും ഒരേ കാര്യം ഒരേപോലെ സംസാരിക്കാൻ തുടങ്ങി. ദൂത് ശ്രദ്ധിച്ചോണം. ഞാൻ കേൾക്കുന്നത് പോലെ ഓരോരുത്തരും ഗ്രൂപ്പായി കേൾക്കാൻ പോകുന്നു. ഓ, കൈയടിച്ചില്ല, ആമീൻ പറഞ്ഞില്ല. ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം കർത്താവിനോട് പറഞ്ഞു, ജോണേ, സഭ നീ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ പറഞ്ഞതല്ലാതെ നീയും ആ ഇരിക്കുന്ന ജനവും ഒരേപോലെ ഓഡിബിളായതുപോലെ ദൈവശബ്ദം കേൾക്കാൻ പോകുന്നു. യേശു കർത്താവ് പ്രസംഗിക്കുമ്പോൾ, അല്ല, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം ഞാനിപ്പോ പറഞ്ഞത്, മത്തായി സുവിശേഷം 17-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ യേശു കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അവനോട് പിതാവ് സംസാരിച്ചു. ചുറ്റും നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, ഇടിമുഴങ്ങിയെന്ന്.
വേറൊരു കൂട്ടര് പറഞ്ഞു അല്ല, അവനോട് ഏതോ ദൈവദൂതൻ സംസാരിച്ചു എന്ന്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ ദൈവശബ്ദത്തിന്റെ അളവ് എങ്ങനെയാ കണ്ടിട്ടുള്ളത്? എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ മാത്രം കേൾക്കുകയും ഞാൻ കേട്ടത് നിങ്ങളോട് പറയുകയും ചെയ്യുന്നതാണ് ദൈവശബ്ദമായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷേ ദൈവം ഏത് പുറപ്പെടൽ ആരംഭിച്ചപ്പോഴും ദൈവം സംസാരിക്കുമ്പോൾ ആ സംസാരിച്ച ആള് കൂടാതെ ചുറ്റും നിന്ന ജനവും ഒരേപോലെ ആ ശബ്ദം കേട്ടു. മോശെ, നിന്നോട് സംസാരിക്കുമ്പോ ചുറ്റും നിന്ന ജനം എന്താ കേട്ടത്? അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ആ ശബ്ദം കേൾക്കണ്ട, ഭയാനകമാണത്. Are you following me? എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? യേശുവിന്റെ കൂടെ നിന്ന ആളുകൾ മുഴുവൻ അവിശ്വാസിയാണോ വിശ്വാസിയാണോ? അവർ പറഞ്ഞു, ഇടി മുഴങ്ങി കേട്ടോ, എന്തോ ഒരു ശബ്ദം കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ഒന്ന് വരാവോ? 9-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിക്കാവോ? യേശു കർത്താവ് പൗലോസിനോട് ഇടപെടുകയാ. കൂടെ നിന്നവർ പറഞ്ഞു, എന്തോ ഒരു ശബ്ദം കേൾക്കാം. ശബ്ദം കേട്ടത് പൗലോസാണ്, പക്ഷെ കൂടെ നിന്നവരുടെ ചെവിയിൽ അത് അടിച്ചു. അവർ പറഞ്ഞു, എന്തോ കേൾക്കാം. വേദപുസ്തകം പറയുന്നത് ചുറ്റും നിന്നവർ പരിഭ്രമിച്ചു എന്നാ. യേശുവിനോട് കർത്താവ് സംസാരിച്ചപ്പോ ചുറ്റും നിന്നവർ പരിഭ്രമിച്ചു. ദാനിയേലിനെ വിളിച്ചെന്ന് ചോദിക്കാം, നിന്നോട് സംസാരിച്ചപ്പോൾ ചുറ്റും നിന്നവരോ അവർക്ക് മഹാഭയം ഉണ്ടായി. പത്രോസേ, നിന്നോട് സംസാരിച്ചപ്പോഴോ? യെസ്. പൗലോസേ, നിന്നോട് സംസാരിച്ചപ്പോഴോ? അവൻ പറയും, ചുറ്റും നിന്നവർ മുഴുവൻ മഹാഭയത്തിലായി. എനിക്കൊരു സീസൺ ആരംഭിക്കുന്നത് കാണാം. ആ സീസണിന്റെ പ്രത്യേകത, സംസാരിക്കുന്ന ആളിനെ ദൈവം അഡ്ജസ്റ്റ് ചെയ്യും. കൂടെ നിൽക്കുന്നവർക്ക് സംഭ്രമം വരുന്ന വിധത്തിൽ. ഇതത്ര വലിയ കട്ടിയുള്ള കാര്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ സഭ അത് അനുഭവിക്കാൻ പോകുകയാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞു. ഞാനൊന്നും കൂടെ ആ വാക്ക് റിപ്പീറ്റ് ചെയ്യാം. പ്രസംഗിക്കാൻ നിൽക്കുന്ന ആളിനെ ചുറ്റും നിൽക്കുന്ന ആളുകൾ അംഗീകരിക്കുന്ന വിധത്തിൽ ദൈവം വന്ന് അറ്റസ്റ്റ് ചെയ്യും. എന്റെ കൂടെ ശുശ്രൂഷിക്കാൻ എഴുന്നേൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, നീ എഴുന്നേറ്റത് ദൈവത്തിൽ നിന്നാണെന്ന് സ്വർഗം നേരിട്ട് വന്ന് അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു സീസൺ എഴുന്നേൽക്കുന്നു. ഇതിന്റെ വലിപ്പം നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? പൗലോസേ, നിന്നെ പിടിച്ചുകൊണ്ട് നീ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നിന്റെ കൂടെയുള്ള ആളുകൾ ആത്മീയരാണോ? ഒരു പറയാം അല്ലേ അല്ല. പക്ഷേ ദൈവം പൗലോസിനെ സന്ദർശിച്ച ആ സന്ദർശനം ചുറ്റും നിൽക്കുന്ന അനാത്മീയർക്ക് പോലും ഭയം തട്ടി. ഞാൻ എന്തെങ്കിലും കർത്താവിനോട് പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്, അത് ദൈവം പറഞ്ഞതാണ് എങ്കിൽ അത് വാക്യങ്ങളിലൂടെ സംസാരിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. Get ready. Get ready. Get ready for a revival. Get ready for a great move of God. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഉണർവിന് റെഡിയാകാ. Get ready. ശുശ്രൂഷിക്കുന്നവരെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ദൈവശക്തി വെളിപ്പെടുന്ന ഒരു ശുശ്രൂഷയ്ക്ക് റെഡിയാകാ. മനസ്സിലാകുന്നവനും മനസ്സിലാകാത്തവനും എല്ലാം ഇടിവെട്ടിയാ മനസ്സിലാകും. Can you shout hallelujah? മനസ്സിലാകുന്നവനും മനസ്സിലാകാത്തവനും, ദൈവം ഉണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും
ഇടിയുടെ മുഴക്കം ചെവിയിൽ പിടികിട്ടും. എന്റെ അപ്പൻ അത് ചെയ്യാൻ പോവാ. നാളെ സംഭവിക്കുമോ, ഇന്ന് സംഭവിക്കുക, ഐ ഡോണ്ട് നോ. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചത്, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പന്തലിനകത്ത് ആ ശബ്ദം മുഴങ്ങണമെന്ന്, ഈ പന്തലിനകത്ത് ആ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകണമെന്ന്, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അത് യാഥാർത്ഥ്യമാകണമെന്ന്. സത്യത്തിൽ എന്റെ മെസ്സേജിലേക്ക് ഞാൻ വരത്തില്ല ഇന്ന്. എനിക്ക് പ്രസംഗിക്കാനുള്ളത് ഫ്ലെയിംസ് ഓഫ് ഫയർ ആണ്. അത് പഠിപ്പിച്ചിട്ട് പ്രസംഗിക്കണം. അതൊരു സാധാരണ ചിന്തയല്ല. എനിക്ക് 4 ഗ്രീക്ക് വേർഡിൽ നിന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിച്ചൊരു ചിത്രം. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? നിങ്ങൾ ഏഞ്ചലിക് വിസിറ്റേഷൻ കേട്ടിട്ടുണ്ടോ? ഒരു നല്ല ആമേൻ പറയാവോ? ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കാവോ? 2-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ അവിടെ എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കും. യഹോവയുടെ ദൂതൻ ഈ വചനം ഇസ്രായേൽ മക്കളോട് പറഞ്ഞപ്പോ, യഹോവയുടെ ദൂതൻ എന്തു ചെയ്തു എന്ന് ആ വചനം ഇസ്രായേൽ മക്കളോട് പറഞ്ഞെന്ന്. ആര് പറഞ്ഞെന്ന്? മനുഷ്യനാണോ? അല്ല, ഒരു ഏഞ്ചൽ വെളിപ്പെട്ടു. നിങ്ങൾ അതിന്റെ 1-ാം വാക്യം മുതൽ വായിക്കണം. ഒരു ഏഞ്ചൽ അവർക്ക് വെളിപ്പെട്ടിട്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങിയെന്ന്. ആ ചുറ്റുമുണ്ടായിരുന്ന സകല ജനവും, ജോൺ ദാരി ഒരു ഏഞ്ചലിനെ കണ്ടു, അങ്ങേർക്ക് നല്ല കൃപ ലഭിച്ചു. അല്ലല്ല, പഴയ നിയമത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോട് ഒരു ദൂതൻ ഇടപെടുകയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? പഴയ നിയമത്തിൽ എത്ര ഏഞ്ചൽ ഇറങ്ങിയോ അതിന്റെ 100 മടങ്ങ് പുതിയ നിയമത്തിൽ ഇറങ്ങിയത്. പഴയ നിയമത്തിൽ ദൂതൻ സംരക്ഷിക്കുന്ന, രക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന സംരക്ഷകനാണെങ്കിൽ പുതിയ നിയമത്തിൽ ദൂതൻ എന്റെ സേവാത്മാവാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഒരു ഇടയൻ, ഒരു കൂട്ടം ഇടയന്മാർ കാവൽ കാത്തു കിടക്കുകയാ. അവരുടെ ഇടയിലേക്ക് ഒരു ദൂതൻ വന്നു. എല്ലാരോടും കൂടെ ആ ദൂതൻ സംസാരിച്ചു. ഒരാളോട് വെളിപ്പെട്ട കാര്യമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽ പാട്ടുപാടി. ഞാൻ വിശ്വസിക്കുന്നത് അവർ പോയ ശേഷം എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. ഞാൻ ഇങ്ങനെയാ ചിന്തിക്കുന്നത്, ആ ദൂതന്മാരും ആ ദൂത സഞ്ചയവും ഇടയന്മാരോട് കൂടെ കുറച്ചു നേരം ഇരുന്നു. എന്റെ കയ്യിൽ നിന്നുള്ളതാ കേട്ടോ. അവർ പോയ ശേഷം ഞാൻ ചിന്തിക്കുന്നത് അങ്ങനൊരു സീസൺ എഴുന്നേൽക്കുന്നു. സാധാരണ ജനം അസാധാരണമായത് കേൾക്കാൻ പോകുന്നു. സാധാരണ ജനം അസാധാരണമായത് കേൾക്കാൻ പോകുന്നു. കൂടുണ്ടെങ്കിൽ കൈയടിച്ചുരേ ആമേൻ പറ. സാധാരണമായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അസാധാരണമായ കാര്യങ്ങൾ കേൾക്കാൻ പോവുകയാണ്. കർത്താവിന് വേണ്ടി അസാധാരണമായ ചിലത് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവൻ്റെ കൃപയ്ക്കായി സ്തോത്രം. എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. നമുക്കിനിയും ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു ഞാൻ പാറശാല മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ആദ്യം നിന്നോടാ ദൂത് പറഞ്ഞ്. നിങ്ങൾ അങ്ങനെയല്ലേ? കനം കുറഞ്ഞിരുന്നത് തടി വെച്ചു, ഷെയ്പ്പ് മാറിപ്പോയി കൊച്ചിൻ്റെ. നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്നോ? ഞാൻ പാറശാല വന്നിട്ട് 3-ാമത്തെ ആഴ്ച ഞാൻ ഈ കൊച്ചിന് 3-ാമത്തെ ആഴ്ച 2-ാമത്തെ ആഴ്ചയോ ഞാൻ ഇവളോട് ദൂത് പറഞ്ഞു നിങ്ങൾക്കൊരു കൊച്ചുണ്ടാവുമെന്ന്. അന്നുണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ? അന്നുണ്ടായിരുന്നവരെ അവളെ നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുള്ളതാ. നീ സുവിശേഷ വേലയുടെ ഭാഗമാകണം എന്ന് നിന്നെ കാണുമ്പോൾ തന്നെ അറിയാം നിനക്ക് ആരോഗ്യക്കുറവുള്ളത്. തടി കുറവുള്ളതുകൊണ്ട് പറഞ്ഞ കേട്ടോ. തടി കുറഞ്ഞുള്ള എല്ലാവരും ആരോഗ്യം ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ കർത്താവ് ഇന്ന് നിന്നെ 3 പ്രധാന സൗഖ്യം കൂടെ ദൈവം തരാൻ പോവുക. ഒന്ന്, നിന്റെ മൂക്ക്, അതിൽ ശ്വസിക്കുമ്പോൾ ഒരു വശം അടഞ്ഞു പോകുന്ന പോലെ ഒരു പ്രയാസം നിനക്കുണ്ട്. പറ മോളെ, ഉണ്ടെന്ന് ഇല്ലെന്ന്? ഉണ്ട്. ഇന്ന് ആ മൂക്കിനെ കർത്താവ് സൗഖ്യമാക്കും. 2, നിന്റെ തൊണ്ടയിലാണ് യേശുവിൻ്റെ കൈയിരിക്കുന്നത് കണ്ട്.
നിന്റെ ശരീരത്തിൽ ചില ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട്. അവനെ നോക്കടാ, നിന്നോടാ ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. മോളെന്ന് വിശ്വസിക്കുന്നു, ഇന്ന് യേശു നിന്നെ സൗഖ്യമാക്കും. നിന്റെ ആരോഗ്യം ഇന്ന് തിരിച്ചു വരും. ആമേൻ. ഇന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ഉള്ള വയറ്റിലോട്ട് കൈ വെച്ച സോളി. നസ്രാനായ യേശുവിന്റെ നാമത്തിൽ ആ ബലം പൊട്ടട്ടെ അപ്പാ, ആ ബലം പൊട്ടട്ടെ അപ്പാ, ആ ബലം പൊട്ടട്ടെ അപ്പാ. സൗഖ്യം ഉണ്ടാകട്ടെ, ആ ബലം പൊട്ടട്ടെ. നിനക്ക് കഴിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഉണ്ടേ? ഇല്ല, ഇല്ല, കഴിക്കാത്തതാ. അപ്പോൾ ഇവിടെ ആരോഗ്യം വയ്ക്കട്ടെ. അപ്പോൾ ഈ മോൾക്കൊന്ന് ആരോഗ്യം വയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരും ആവശ്യത്തിനുള്ള തടി വരട്ടെ. നിന്നെ വിഷമിപ്പിച്ചാണോ ബ്രദർ? അല്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഈ മോളെ തൊടണമേ. നിന്റെ കല്യാണം കഴിഞ്ഞാന്നോ? എൻ്റെ ദൈവമേ, ഞാൻ 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ നിങ്ങളുടെ വിചാരിച്ചത് എന്നെ കണ്ടിട്ട്. ഇതിനെ കണ്ടിട്ട് കല്യാണം കഴിഞ്ഞാന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ തെറ്റാണോ എന്ന് അറിയത്തില്ല. ഇവളെന്നോട് പറഞ്ഞു ഇവൾക്ക് മക്കളില്ല. അങ്ങനെ നീയല്ലേ പറഞ്ഞേ? ആണ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുവോ? വിളിച്ചോണ്ട് വന്നിട്ടുണ്ടോ? അടുത്ത ആഴ്ച വിളിച്ചോണ്ട് പോവാ. ഈ വർഷം നീ കുഞ്ഞുങ്ങളുടെ അമ്മയാവും. നിന്റെ യൂട്രസിനകത്ത് ഓവുലേഷൻ ട്യൂബിന് അദൃശ്യമുണ്ട്. ഇന്ന് കർത്താവ് സൗഖ്യമാക്കും. നിന്റെ കയ്യിൽ ഒരു ആൺകുഞ്ഞിരിക്കും. ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. വയറ്റിലോട്ട് കൈ വെച്ചേ. ഇവളുടെ ഓവുലേഷൻസ് യേശു അങ്ങയുടെ അത്ഭുത കരത്താൽ തൊടപ്പെടട്ടെ. അപ്പ ഇന്ന് ഈ മോള് വിടുവിക്കപ്പെടട്ടെ. എല്ലാ കരവും ഉയർത്തി പ്രാർത്ഥിച്ചേ. യേശു ചെയ്യുന്ന അത്ഭുതം ഇവൾ അനുഭവിക്കട്ടെ. എത്ര കൊല്ലമായി മോളെ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്? 8 വർഷം. 2 വർഷം. ശ്വാസം പോയി കേട്ടോ. അടുത്ത ആഴ്ച വിളിച്ചോണ്ട് വരണേ. ഇന്ന് നിന്റെ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആമേൻ. പണ്ട് ഇതിനെ കണ്ട തിരിച്ചറിയത്തില്ല. അത് കനം കുറഞ്ഞ് ഊതിയ വീഴുന്ന പോലെ ഇരുന്നതാ. പറയടാ ബ്രദറെ. ഈ സിസ്റ്റർ പേര് ശ്രുതി എന്നാണ്. കല്യാണം കഴിഞ്ഞ് 2.5 വർഷമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 2022 ജനുവരി മാസം നമ്മുടെ ഇവിടെ ആരാധനയ്ക്ക് കടന്നു വന്നു. അന്ന് ബ്രദർ സിസ്റ്ററോട് പറഞ്ഞു നിനക്കൊരു കുഞ്ഞ് കിട്ടുമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വിശ്വാസത്തോടെ സിസ്റ്റർ കടന്നു പോയി. ആ മാസം തന്നെ കെയറിങ് ആയി എന്നാണ് സിസ്റ്റർ. അത് സന്തോഷമുള്ള കാര്യമല്ലേ? എത്രയായി? 1 വയസ്സായോ? 1 വർഷം കഴിഞ്ഞു. പിന്നെന്താ വരാത്ത? ഇപ്പൊ നീ എന്ത് ചെയ്യൂടാ മോനെ? മിൽമേലെ ഡ്രൈവറാ. വരണ ഇനി ഞായറാഴ്ച വരാം കേട്ടോ. കർത്താവ് ഞാൻ ഈ മോനെ അനുഗ്രഹിക്കുന്നു. അപ്പാ നന്മകളാൽ നിറച്ചാട്ടെ. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് തിരുവനന്തപുരം മെയ് 1-2 തീയതികളിൽ ബ്രദർ ജോൺ താരു ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. സ്ഥലം കോട്ടയ്ക്കാട്ട് കൺവെൻഷൻ സെന്റർ, നവജീവൻ സ്കൂളിന് എതിർവശം, നാലാഞ്ചിറ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് മെയ് 5 രാവിലെ 11 മുതൽ ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം, തിരുവനന്തപുരം. TV പ്രേക്ഷക സംഗമം കണ്ണൂർ മെയ് 8 രാവിലെ 10:30 മുതൽ. സ്ഥലം IMA ഹാൾ, തളാപ്പ്, കണ്ണൂർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് മെയ് 9 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപം, എറണാകുളം. ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ട്. എന്നാൽ അവരുടെ നടുവിൽ ജീവിക്കുന്ന ഒരു ദൈവത്തെ അനുഭവിക്കാനും അത് പങ്കുവെക്കുവാനും കഴിയുന്നത് അതൊരു വലിയ അനുഭവം തന്നെയാണ്. വേറൊരാൾക്ക് മനസ്സിലാകാത്ത ഒന്ന് എനിക്ക് മനസ്സിലാകുകയാണ്. അവൻ എൻ്റെ ഹൃദയത്തെ തുറന്നു. ലുദിയുടെ ഹൃദയത്തെ തുറന്നപ്പോൾ ആ സുവിശേഷത്തെക്കുറിച്ച് അവൾക്ക് മനസ്സിലാകുവാനിടയായി. അതേപോലെ അവൻ നമ്മുടെ ഹൃദയത്തെ തുറക്കുവാനിടയായി. അതുകൊണ്ടാണ് വേറൊരാൾക്ക് മനസ്സിലാകാത്ത ചിലത് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഉണർവിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ജീവിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ ഭാഗമായിട്ട് അവൻ നമ്മളെ മാറ്റിയതോർത്ത് നന്ദി പറയുകയാണ്. താങ്ക് യു ജീസസ്. ഇന്ന് കണ്ട സാക്ഷ്യം പോലെ, അത്ഭുതം പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എല്ലാ ദിവസവും അനുഭവിക്കാനിടയാകട്ടെ. എല്ലാ പ്രഭാതത്തിലും അവൻ്റെ കൃപ പുതിയതെന്ന് ഓരോ ദിവസവും അത് അനുഭവിക്കട്ടെ. അപ്പം
എന്നെ കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ, ആ ശബ്ദത്തിനായി, അത്ഭുതത്തിനായി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി പ്രതീക്ഷയോടായിരുന്നാട്ടെ. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയും. നിങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവേ, ഇവരോരോരുത്തരും ആ സന്ദർശനത്തിൻ്റെ ഭാഗമാകട്ടെ, അത്ഭുതങ്ങളുടെ ഭാഗമാകട്ടെ, ദൈവത്തിൻ്റെ വിളിയുടെ ഭാഗമാകട്ടെ. അപ്പാ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ അവരോട് സംസാരിക്കുന്ന ദൂതൻ്റെ ശബ്ദം അവർ കേൾക്കട്ടെ അപ്പാ. അപ്പോൾ ആ ദൈവിക സന്ദർശനം അവർ അനുഭവിക്കട്ടെ അപ്പാ. നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവേ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. താങ്ക് യു ജീസസ്. ഈ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ അപ്പാ. ഹാലുറുഷകരകരകരം ധരേക്കുറു. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രമപ്പാ, സ്തോത്രമപ്പാ. ദാഹത്തോടായിരിക്കുന്ന ചിലവരുടെ മേൽ കർത്താവ് അവൻ്റെ കൃപയെ പകരുകയാണ്, ആ സന്ദർശനത്തെ പകരുകയാണ്. ഹാരഗരഗരഗരം ധരേഷകരകരം ധരേ. കർത്താവേ, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം ചലിക്കണമേ അപ്പാ, സൗഖ്യമാക്കുന്ന കരം ചലിക്കണമേ അപ്പാ. ഒരു വ്യക്തി തൻ്റെ നെഞ്ചിലും വയറ്റിലും കൈവച്ചിരിക്കുകയാണ്. ഗ്യാസ് പ്രോബ്ലമായിട്ട് പലപ്പോഴും വേദനയാകുന്നു, പ്രയാസമാകുന്നു, ഒത്തിരി ബുദ്ധിമുട്ടുന്നു. കർത്താവേ, അത് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അപ്പാ. കർത്താവിൻ്റെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ, സൗഖ്യം ചലിക്കട്ടെ അപ്പാ, സൗഖ്യം ചലിക്കട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. നിങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു കർത്താവേ. അവിടുത്തെ കൃപയെ സൂക്ഷിക്കാൻ സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, എല്ലാവിധമായ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.